എല്ലാവരും ഹദ്ദാദ് റാത്തീബ് ചൊല്ലണം. അത് ജീവിതത്തിൽ പതിവാക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസം ചൊല്ലേണ്ട എല്ലാ ദിക്റുകളുടെയും സമാഹാരമാണ് ഹദ്ദാദ്. ഹദ്ദാദ് റാത്തീബ് ചൊല്ലാതെ കിടന്നുറങ്ങല്ല. 100ഓളം വ്യാഖ്യാനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ഹദ്ദാദ് റാത്തീബിന്. ആ 100ഓളം വ്യാഖ്യാനങ്ങളിലും അതിന് വ്യാഖ്യാനം എഴുതിയ മഹാന്മാര് ആദ്യമായി രേഖപ്പെടുത്തിയത് ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയാൽ അയാള് മുഅ്മിനായി മരിക്കുമെന്നതാണ്. ഈമാൻ കിട്ടിയ അയാള് മരിക്കുകയുള്ളൂ. മുഅ്മിനായി മരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഹദ്ദാദ് റാത്തീബ്. അത് ജീവിതത്തിൽ പതിവാക്കണേ. കഴിഞ്ഞ 5 വർഷത്തിന്റെ ഉള്ളിൽ അത് ഹരമായി കൊണ്ട് നടന്ന എത്രയെത്ര ആളുകളാണ്. മാഷാ അല്ലാഹ്. സിനിമയും സീരിയലും നോക്കിയിരുന്ന എത്ര കണ്ണുകളാണ്. എത്രയെത്ര അത് കണ്ടിട്ട് കണ്ണിലൂടെ കണ്ണുനീറുകൾ വാർത്തിരുന്ന എത്ര ഉമ്മമാരാണ്, എത്ര സഹോദരിമാരാണ്. സിനിമാ നടീനായകന്മാരെ, സീരിയൽ നടീനായകന്മാരെ ഓർത്ത് കണ്ണിലൂടെ കണ്ണുനീറുകൾ ചാലിട്ടൊഴുകിയിരുന്ന ഒരു ദിവസം മരിച്ചു എന്നറിയുന്നു. പിറ്റേ ദിവസം അതേ നായകൻ വേറെ ഒരു സീരിയലിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ ആഭാസത്തെ നോക്കിയിട്ട് അയാള് മരിച്ചല്ലോ എന്ന് കണ്ണുകൊണ്ട് കണ്ണിലൂടെ കണ്ണുനീരുകൾ ഒഴുകിയിട്ട് കരഞ്ഞിരുന്ന എത്രയെത്ര ഉമ്മമാർ. ഉപ്പാനെ എങ്ങനെയാണ് എനിക്കൊന്ന് നന്നാക്കുക? എന്റെ ഉമ്മ സിനിമ നോക്കുന്നതിൽ നിന്ന്, സീരിയൽ നോക്കുന്നതിൽ നിന്ന് ഉമ്മാനെ എങ്ങനെയാണ് ഒന്ന് ഒഴിച്ചു നിർത്തുക? ഉമ്മയെ ഉപദേശിക്കാൻ പറ്റുമോ? ഉമ്മയെ വഴക്ക് പറയാൻ പറ്റുമോ? ഉമ്മയുടെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന്റെ മുന്നിലാണ് മദനീയമെന്ന മജ്ലിസ് മറുപടി പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. ഇന്നവർക്ക് സിനിമ വേണ്ട, സീരിയൽ വേണ്ട. ഹദ്ദാദ് റാത്തീബ് ചൊല്ലാതെ അവർക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. സ്വലാത്ത് ചൊല്ലാതെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. അസ്മാഉൽ ഹുസ്ന ചൊല്ലാതെ അവർക്ക് ഉറക്ക് വരുന്നില്ല. വീട്ടിലേക്ക് കയറി വരുമ്പോ സിനിമയും സീരിയലും നോക്കിയിരുന്ന ഉമ്മ ഇന്ന് അതിന് പകരമായി അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കാണുകയാണ് മക്കളെ. ഹദ്ദാദ് ചൊല്ലുന്നത് കാണുകയാണ് മക്കളെ. എത്ര ആളുകളായി വിനീതനോട് അനുഭവങ്ങൾ പറഞ്ഞത് കേവലം ഒരു ആളുകളുടെ മുന്നിൽ ഷോ അടിക്കാൻ വേണ്ടിയുള്ള വർത്തമാനങ്ങളല്ല, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങള് ഈ വിനീതനോട് ഓർമ്മപ്പെടുത്തിയ 100 കണക്കിന് ആളുകളുണ്ട്. ഉസ്താദേ, എങ്ങനെയാണ് സന്തോഷം അറിയിക്കേണ്ടതെന്നറിയുന്നില്ല. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.